10 സിഗരറ്റിൽ നിന്ന് ലക്ഷം രൂപ സമ്പാദിച്ചാലോ? പക്ഷേ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആ സ്മോക്കിംഗ് അങ്ങ് ഉപേക്ഷിക്കുക. ഓൺ ആൻ ആവറേജ് ഒരു ചെയിൻ സ്മോക്കർ ഒരു ദിവസം 10 സിഗരറ്റെങ്കിലും വലിക്കും. അതായത് ഒരു മാസം അതിനായിട്ട് അയാൾ 3000 രൂപയെങ്കിലും ചെലവഴിക്കുന്നുണ്ട്. ഈ സിഗരറ്റ് വലി നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ 3000 രൂപ സേവ് ചെയ്യാൻ സാധിക്കും. ഈ സേവ് ചെയ്യുന്ന കാശ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെയുള്ള സ്കീമുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇത് 1 ലക്ഷം രൂപയായിട്ട് മാറും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 8 മുതൽ 39-40% വരെ റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അല്ല, ഡെപ്പോസിറ്റ് സ്കീമുകളാണെങ്കിൽ ഒരു 13-14% വരെ ഇൻട്രസ്റ്റ് കിട്ടുന്ന സ്കീമുകളും ഇന്ന് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് ഉണ്ട്. അത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഫ്ലക്ച്വേറ്റഡ് ആണ്. ചിലപ്പം കൂടാം, ചിലപ്പം കുറയാം. എന്നാൽ ഡെപ്പോസിറ്റ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കമ്പനികൾ പ്രോമിസ് ചെയ്യുന്ന റിട്ടേൺ, ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും തിരിച്ചു തരാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് സിഗരറ്റിൽ നിന്ന് 1 ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കും.